ടേസ്റ്റി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബനാന കേക്കാണ്. ഇതിനായി എന്തെല്ലാം ചേരുവകൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. 4 മുട്ട, 4 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടിച്ച് വെച്ചത്, 2 പഴം ചെറുതായി അരിഞ്ഞത്, ഏലക്കാപ്പൊടി ആവശ്യത്തിന്, രണ്ട് സ്പൂൺ പഞ്ചസാര, അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യിട്ട് ഉരുക്കിയെടുക്കുക. നെയ്യ് നന്നായി ഉരുവോളം കാത്തു നിൽക്കുക. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കാനായി ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. നെയ്യ് നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി വറുത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. വറുത്ത് വന്നാൽ ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി അടുത്തതായി പഴം വാട്ടുന്നതിന് വേണ്ടി കുറച്ചുകൂടെ നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പഴം ചേർത്ത് കൊടുക്കുക. പഴം നന്നായി വെന്ത് വരുന്നവരെ ഇളക്കി കൊണ്ടിരിക്കുക. അധികം പഴുപ്പില്ലാത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. പഴം വെന്ത് വന്നാൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഏലക്ക പൗഡറാണ്. രണ്ട് നുള്ള് ഏലക്ക പൗഡർ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക. അതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക.
ഒരു തട്ട് വെച്ച് അതിന് മുകളിൽ പാൻ വെക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം അധികം ചൂട് വന്ന് കേക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നെയ്യിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും തടവി കൊടുക്കുക. പാൻ നന്നായി ചൂടായ ശേഷം ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ഒഴിച്ച പാടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്താൽ അത് അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ കുറച്ചൊന്ന് മൂടി വെച്ച് പാകമായ ശേഷം അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂർ വേവിക്കണം. അരമണിക്കൂറിന് ശേഷം കേക്ക് ഒന്ന് മറിച്ചിട്ട് 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.